ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഒട്ടുമിക്കവർക്കും നല്ല യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകൾ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. നമ്മൾ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ടിട്ട് തുണിയൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ വാഷ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാലും അതിൽ കുറേ അഴുക്കൊക്കെ ഇരിക്കുക. അതുപോലെ ഇതേപോലെ ഒരു ഡിസ്കളറിങ് അല്ലെ, ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ, മറ്റൊരു കളർ അതിൽ വന്നിരിക്കുക. പിന്നെ കുറേ നൂലൊക്കെ ഇങ്ങനെ പറ്റിയിരിക്കുക. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. വീണ്ടും നമ്മൾ വാഷ് ചെയ്യാറുണ്ട്. എന്നാൽ നമുക്കിത് കറക്റ്റ് എന്തുകൊണ്ടാണെന്ന് അറിയേയില്ല. പിന്നെ നമ്മളിത് വീണ്ടും നമ്മളെടുത്ത് ചിലപ്പോൾ വാഷ് ചെയ്യായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ്, ഇത് എങ്ങനെ നമുക്കൊരു പരിധി വരെ ഇല്ലാതാക്കാമെന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കൂ. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് എൻ്റെ വാഷിംഗ് മെഷീനാണ് കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ LGയുടെ ടോപ്പ് ലോഡാണ് കേട്ടോ. ഇത് ടർബോ ഡ്രം എന്ന് പറഞ്ഞിട്ട് 7.5 kgയുടെ ഒരു മെഷീനാണ്. ഓൾമോസ്റ്റ് 7 years ആയിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് LGയുടെ പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ്. ഒരു അടിപൊളി കേട്ടോ. നിങ്ങൾ വാങ്ങിക്കുന്നെങ്കിൽ വാങ്ങിക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്തൊരു മെഷീനാണ്. നമുക്ക് നല്ലൊരു റേറ്റിൽ കിട്ടുകയും ചെയ്യും. പക്ഷേ നല്ല സൂപ്പറാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 7 വർഷം ആയതുകൊണ്ട് തന്നെ ഇപ്പം വേറെ മോഡലൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു മെഷീനാണ് കാണിക്കുന്നത്. ഓൾമോസ്റ്റ് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ഇതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു ചുരുക്കം ചിലത് മാത്രം ചില വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ നിങ്ങളിപ്പം മെഷീൻസ് ഏതെടുത്തു കഴിഞ്ഞാലും ടോപ്പ് ലോഡ് ഇതേപോലെ ഞാൻ പറയണ പോലെ തന്നെ ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഒരു 3-4 പോർഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇവിടെ ഫസ്റ്റായിട്ട് ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പോർഷനാണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പറയുന്നത് ലിൻഡ് ഫിൽറ്റർ എന്നാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതിനകത്ത് ഈ തുണികളുടെയൊക്കെ നൂല് പീസസ് അങ്ങനെയുള്ള വേസ്റ്റൊക്കെ ഇതിൽ വന്ന് അടിഞ്ഞുകൂടാറുണ്ട് ഓരോ വാഷിലും. അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ ഒന്ന് ജസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുത്താൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. കണ്ടോ, ഇതൊരു 2-3 വാഷ് കൂടുമ്പോഴെങ്കിലും നിങ്ങളിങ്ങനെ, അതായത് 2-3 വാഷ് കഴിയുമ്പോഴെങ്കിലും നിങ്ങളെടുത്തത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതിങ്ങനെ ഇളക്കി എടുത്തതിന് ശേഷം ഇവിടെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്നുകൂടി ഓപ്പൺ ചെയ്യാൻ നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ ഇതേ ഒരു ഫിൽറ്റർ നമുക്ക് കാണാൻ പറ്റും. ചെറിയ കുഞ്ഞരിപ്പയാണ് കേട്ടോ. അതിനകത്തുകൂടിയാണ് നമുക്ക് ഈ നൂല് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പോയിട്ട് തിരിച്ച് നമ്മുടെ മെഷീനിലേക്ക് ഈ ഒരുപാട്, അതായത് ഓവറായിട്ട് വരുമ്പോഴേക്കും തിരിച്ച് നമ്മുടെ ഡ്രസ്സുകളിലേക്ക് പറ്റി പിടിക്കാറുണ്ട്. അപ്പോൾ ഓരോ വാഷിലും ഇതിനകത്ത് വേസ്റ്റ് വന്നിരിക്കും. നിങ്ങളെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരമാവും കേട്ടോ. അപ്പോൾ ഇതെടുത്തിട്ട് നിങ്ങൾ വാഷ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ളവർ മാത്രം ഇത് ചെയ്താൽ മതിയാവും. ഇല്ലാത്തവർ അത് ചെയ്യണ്ട കേട്ടോ. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വേണ്ടിയിട്ടില്ല. നിങ്ങൾക്ക് ഇപ്പം ചിലപ്പോൾ വീഡിയോ കാണുന്നവർ പറയും ഇതിനൊന്നും വേറെ പണിയില്ലേ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്, ചില കമൻറ്റൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങളിത് ചെയ്താൽ മതിയാവും. അപ്പോൾ ഞാൻ ഇത് നല്ലതായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മളിത് ക്ലീൻ ചെയ്ത് ഇനി നമുക്ക് തിരിച്ച് അതേപോലെ തന്നെ ഇതിനൊക്കെ പ്രസ് ചെയ്ത് ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങളൊരു 2-3 വാഷ് ആകുമ്പോഴെങ്കിലും എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഇനി നമ്മളിത് തിരിച്ച് നമുക്കതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് ആ ഒരു പ്ലേസ് കണ്ടോ, നമ്മൾ അത് ഊരി എടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് ഒരുപാട് അഴുക്കിങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല കേട്ടോ. ഇത് ഞാൻ 2-3 ദിവസം കൂടുമ്പോൾ എടുത്തിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ എടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവമേ നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ നല്ല രീതിയിൽ അഴുക്കുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങളത് തീർച്ചയായിട്ടും ഒന്ന് പറ്റുമെങ്കിൽ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതേ ഇത്രയും ക്ലീനായി കണ്ടോ. ഇനി നമുക്ക് ഇത് തിരിച്ചിതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അതും നമ്മൾ നേരത്തെ എടുത്തതുപോലെ തന്നെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ പ്രസ് ചെയ്ത് അങ്ങോട്ട് വെച്ചതിന് ശേഷം അങ്ങ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് വെക്കുമ്പോൾ അറിയാൻ പറ്റും, ചിലപ്പം ബ്രാൻഡുകൾ മാറുന്നതനുസരിച്ച് ഈ ഇതിൻ്റെ മോഡൽ ചിലപ്പം ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് എന്താണെന്ന് നോക്കിയിട്ട് അതേപോലെ ചെയ്യുക കേട്ടോ. അപ്പോൾ കണ്ടോ, ഇത് ക്ലീൻ ആക്കി. ഇപ്പോൾ തന്നെ നമ്മൾ ഒരു പരിധി വരെ നമുക്കത് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. ഇനി ഞാൻ രണ്ടാമത് കാണിക്കാൻ പോകുന്നത് ഈ നമ്മുടെ ഡ്രമ്മിൻ്റെ ഏറ്റവും താഴ്ഭാഗമില്ലേ, ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിത് ഇങ്ങനെ ഊരി എടുക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതൊരു ക്യാപ്പാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോഴേക്കും അതിന് ക്യാപ്പ് ഓപ്പൺ ആവും. അവിടെ പ്രത്യേകിച്ച് സ്ക്രൂ ഒന്നും ആ ക്യാപ്പിലില്ല. പക്ഷേ അതിൻ്റെ താഴെ ഇതേണ്ട ഒരു വലിയ സ്ക്രൂ ഉണ്ടാവും. ഈ സ്ക്രൂ നമ്മൾ ഊരി എടുക്കണം കേട്ടോ. ഞാൻ ഈസി എന്ന് പറയാൻ കാരണം ഇതൊരൊറ്റ സ്ക്രൂ മാത്രമാണ് അതിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു സ്ക്രൂ നമ്മളൊന്ന് ലൂസായി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ അങ്ങനെ ഒരുപാട് ടൈറ്റായിട്ടൊന്നും അല്ല ഇരിക്കുന്നത് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് നാളായിട്ട് ഇത് ഇതുവരെ ഊരിയിട്ടില്ലാത്തവരാണെങ്കിൽ ഒരുപക്ഷെ കുറച്ച് ടൈറ്റായിട്ട് ഇരിക്കുന്നുണ്ടാവും. അതൊന്ന് ഊരിയെടുക്കുക. എനിക്ക് ഇത് ഊരിയെടുക്കാനൊക്കെ ഭയങ്കര ഈസിയായിരുന്നു കേട്ടോ. പക്ഷേ നിങ്ങൾ കാണുന്നുണ്ടാവും ഈ വീഡിയോയിൽ കുറച്ച് ഷേക്ക് കൂടുതലായിരിക്കും കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ക്യാമറ വെച്ചിട്ട് എൻ്റെ കയ്യിൽ ക്യാമറ ഫോണുണ്ട്, പിന്നെ ഒരു കൈ കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചങ്ങ് താഴത്തോട്ട് ഇങ്ങനെ പോകണമല്ലോ. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എനിക്ക് രണ്ടും കൂടി ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് കുറച്ചൊന്ന് ഷേക്ക് ആവുന്നത്.
അപ്പോൾ ഞാൻ ആ സ്ക്രൂ ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സ്ക്രൂ നിങ്ങൾ ഊരിയതിന് ശേഷം സൂക്ഷിച്ച് വെക്കാൻ നോക്കുക. കാരണം ഈ സ്ക്രൂ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തിരിച്ച് വിറ്റ് ചെയ്യണമെങ്കിൽ ഈ സ്ക്രൂ തപ്പി നടക്കേണ്ടി വരും. അതുകൊണ്ട് അതൊന്ന് നന്നായിട്ട് കുട്ടികളൊന്നും കാണാതെ ഒന്ന് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് തിരിച്ചെടുത്തിട്ട് ഇങ്ങ് മുകളിലോട്ട് വലിച്ചാൽ മതി കേട്ടോ. അതിന് ഇളകി വന്നോളൂ. ആ ഒരൊറ്റ സ്ക്രൂവിലതിരിക്കുന്നത് കണ്ടോ. അപ്പോൾ വാഷിംഗ് മെഷീൻ്റെ ഈ താഴ്ഭാഗം ഇതേപോലെ കണ്ടിട്ടില്ലാത്തവരെല്ലാവരും കണ്ടോളൂ. ഇങ്ങനെയാണ് നമ്മുടെ മെഷീൻ്റെ താഴ്ഭാഗമുള്ള. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണോ അല്ലെന്ന് എനിക്കറിയില്ല. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇടയ്ക്കൊക്കെ ചെയ്യും കേട്ടോ. ഇതൊരു 6 മാസം കൂടുമ്പോൾ മാത്രം ചെയ്താൽ മതി. ഓരോ വാഷിലും നിങ്ങളിത് ചെയ്യരുത്. ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും ഇതെടുത്ത് ക്ലീൻ ചെയ്യാൻ നോക്കുക. ഞാൻ അങ്ങനെ ചെയ്തിട്ടാണ് നമ്മുടെ മെഷീനിൽ വീണ്ടും ആ ഒരു ഭാഗത്തൊക്കെ കുറച്ച് അഴുക്കിരിക്കുന്നുണ്ടോ. പക്ഷേ ഇതുവരെ ഇത് ചെയ്തിട്ടില്ലാത്തവരുടെ മെഷീനിൽ കംപ്ലീറ്റ് ആയിട്ടും നല്ല രീതിയിൽ നിങ്ങൾക്ക് നല്ല പണി ഉണ്ടാവും കേട്ടോ. അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ഉണ്ടാവും അതിൽ. പക്ഷേ നന്നായിട്ട് കുതിർന്നൊക്കെ ഇരിക്കുന്നുണ്ടാവും. കാരണം നമ്മൾ മെഷീൻ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അതിങ്ങനെ കുതിർന്ന് തന്നെ ആയിരിക്കും ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ലിക്വിഡ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ വാഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സെയിം ലിക്വിഡ് ഞാൻ കുറച്ച് ഒഴിച്ച് ഒരു ബ്രഷൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ലേ ക്യാമറ ഷേക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഒരു കയ്യിൽ ക്യാമറയുണ്ട്, പിന്നെ ഒരു കൈ കൊണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഇത് ക്ലീനാക്കി എടുക്കാൻ പറ്റും. എന്നിട്ടൊരു ടവലോ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ആ വെള്ളത്തിൻ്റെ ഈർപ്പവും വേണമെങ്കിൽ തുടച്ചെടുക്കാം. ഇല്ലെങ്കിലും നമ്മൾ തിരിച്ചത് ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മെഷീൻ യൂസ് ചെയ്യുമല്ലോ. നമ്മളിതിന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രം വാഷ് ചെയ്യുന്ന സമയത്ത് അത് ഡ്രൈ ആയിക്കോളും, കുഴപ്പമില്ല. അതിനുശേഷം ഇനി നമ്മൾ ഈ ഫിൽറ്ററിലും ഞാൻ കുറച്ച് ലിക്വിഡ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് വാഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒക്കെ നല്ല കെയർ ആകുക. ഇതിൻ്റെ പാഴ്സ് ഒന്നും പോകേണ്ട. പ്രത്യേകിച്ച് പിന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന പാഴ്സ് ഒന്നും ഇല്ല കേട്ടോ. അതായത് ഇത് മാത്രമാണ്, ഒരൊറ്റ സ്ക്രൂ മാത്രമാണ് നമ്മൾ സെപ്പറേറ്റ് ഉള്ളത്. അപ്പോൾ ബാക്കി ഭാഗമൊക്കെ നിങ്ങൾ കെയർ ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഇത് ഞാനിപ്പോൾ എന്ത് ചെയ്യണ്ടോ, ഇതേപോലെ 2-3 ബ്രഷിൽ നമ്മുടെ പഴയ ബ്രഷൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾ ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും ബ്രഷ് ഒന്ന് മാറ്റണം കേട്ടോ. 3-6 മാസം ആകുമ്പോൾ നമ്മൾ പല്ല് തേക്കുന്ന ബ്രഷ് മാറ്റിക്കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ഉപയോഗത്തിൽ നമുക്ക് എടുക്കുകയും ചെയ്യാം. പുതിയ ബ്രഷ് ഇട്ട് നമുക്ക് പല്ല് തേക്കുകയും ചെയ്യാം. അപ്പോൾ ആ ബ്രഷ് എടുത്തിട്ട് ഇതേപോലെ ചെയ്യുക. അതിന് ഇടയിലൊക്കെ നമുക്കൊരു ബഡ്സോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു കാര്യം ഒരു 6 മാസം കൂടുമ്പോൾ ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം കേട്ടോ, തനിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി. പക്ഷേ ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഒരു തവണ ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇനി നിങ്ങളിത് ഊരി എടുത്തതിന് ശേഷം തിരിച്ച് പറ്റുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ വന്ന് എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് പൊങ്കാല ഇടരുത് കേട്ടോ. കാര്യം സ്ഥിരമായിട്ട് കാണുന്നൊരു കാര്യമാണിത്. എന്തെങ്കിലും ഒരു നെഗറ്റീവ്സ് മാത്രം ഇങ്ങനെ എടുത്തിട്ട് വന്ന്, ഇപ്പോൾ എൻ്റെതെന്നല്ല, ഓൾമോസ്റ്റ് യൂട്യൂബേഴ്സിൻ്റെയൊക്കെ ചാനൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിലെ പോസിറ്റീവ്സ് ഒന്നും കാണില്ല, നെഗറ്റീവ്സ് മാത്രം എടുത്തുകൊണ്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് വരുന്ന ഒരു കാര്യം കാണുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് കാണുക കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ സ്കിപ്പ് ചെയ്ത് പോവുക. അപ്പോൾ ദേ കണ്ടോ, നമുക്ക് തിരിച്ച് ആ ഒരു സ്ഥലത്ത് തന്നെ നമുക്കിത് പ്ലേസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് നമ്മൾ നേരത്തെ ഊരി മാറ്റിയിട്ടുള്ള ഒരു സ്ക്രൂ ഇല്ല, ആ സ്ക്രൂ തന്നെ എടുത്തങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ നിങ്ങൾ ടൈറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അറിയാമല്ലോ, നമ്മളതിൽ വാഷ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്പിന്ന് കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ ഷേക്ക് ചെയ്യും. ഇതിൽ പ്രത്യേകിച്ച് ഒരു ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ തുണിയൊക്കെ ഇട്ടതിന് ശേഷം ഇങ്ങനെ ഒരു ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് പറഞ്ഞിട്ട് 3 ഒരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ഇങ്ങനെ ഷേക്ക് ആവും കേട്ടോ. തുണി തിരിച്ചെടുത്ത് ഇടുക എന്നൊക്കെ പറയില്ല, മറിച്ചും തിരിച്ചിടുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പം ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഇതിന് ഇളകിപ്പോരും. അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ക്യാപ്പ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം നോക്കിയേ, നമ്മൾ എത്ര ക്ലീൻ ആയിട്ടുണ്ടാവും. ഈ ഒരു 2 കാര്യം ചെയ്തപ്പോൾ തന്നെ നമ്മുടെ മെഷീൻ അത്രയും നല്ല ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത മെഷീൻ നിങ്ങൾ ഓപ്പൺ ചെയ്ത് നിങ്ങൾ ഞെട്ടുകയും ചെയ്യരുത്. നല്ല രീതിയിൽ അഴുക്കുണ്ടാവും. അത് കണ്ട് നിങ്ങൾ പേടിക്കുകയും ചെയ്യരുത്. പിന്നെ ഇനി എനിക്ക് പറയാനുള്ളത്, ഞാൻ നേരത്തെ ടർബോ ഡ്രം എന്ന് പറഞ്ഞില്ലേ, സാധാരണ ടോപ്പ് ലോഡ് മെഷീനിലെ ഡ്രമ്മിൻ്റെ നമ്മളിപ്പോൾ ടർബോ അല്ലാത്തത് സാധാരണ നോർമൽ വരുന്നുണ്ട്. ഇപ്പോൾ ഇത് ടർബോ എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എക്സ്ട്രാ വാഷാണ് കേട്ടോ. അതായത് നമ്മൾ ഈ ഒരു ഡ്രമ്മിൻ്റെ ഒരു ഡിസൈൻ കണ്ടോ, ഈ ഒരു ഡിസൈനാണ് അതിൻ്റെ ഒന്നാമത്തെ ഒരു സംഭവം. രണ്ടാമത്തെ ഈ ഡ്രമ്മ് റൈറ്റ് സൈഡിലോട്ടാണ് കറങ്ങുന്നതെങ്കിൽ ഇതിൻ്റെ ആ ഒരു താഴത്തെ പോർഷനില്ലേ, ഈ ഒരു പോർഷനെ അത് ലെഫ്റ്റിലോട്ടായിരിക്കും കേട്ടോ. അതായത് ഇങ്ങനെ ഓപ്പോസിറ്റ് 2 സൈഡിലോട്ടായിട്ട്. അപ്പം നമ്മൾ സാധാരണ നമ്മൾ തുണിയൊക്കെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കത്തില്ലേ കൈ വെച്ച്, അതേപോലത്തെ ഒരു ഡയറക്ഷനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ തുണി. അതേപോലെ തന്നെ താഴത്തെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല നമ്മൾ ഈ ബ്രഷൊക്കെ ഇട്ട് ഉരച്ച് തേച്ച് കഴുകുന്ന ഒരു ഫീലിൽ നല്ല ക്ലീൻ ആവും. അപ്പോൾ നിങ്ങൾ വാഷിംഗ് മെഷീനൊക്കെ വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ കുറേ ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷം, അല്ലെങ്കിൽ ഇത് അറിയാവുന്നവരോട് ചോദിച്ചിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല. നമ്മൾ എപ്പോഴും വാങ്ങുന്നൊരു സാധനമല്ല. ഇതിപ്പോൾ ഞാൻ തന്നെ 7 years ആയിട്ടുണ്ട് ഇത് വാങ്ങിച്ചിട്ട്. അപ്പോൾ നമുക്ക് പിന്നെ എപ്പോഴും വാങ്ങാത്തൊരു കാര്യമായതുകൊണ്ട് നമുക്ക് നല്ല ഒന്ന് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ.
അപ്പോൾ അതുകൊണ്ടൊന്ന് സജസ്റ്റ് ചെയ്തു എന്നേ ഉള്ളൂ. ഇനി ഞാൻ കാണിക്കുന്നത് നമ്മുടെ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ഡിറ്റർജൻറ്റിൻ്റെ ഡിസ്പെൻസർ. നമ്മൾ ഡിറ്റർജൻറ്റ് പൗഡറോ അല്ലെങ്കിൽ ലിക്വിഡോ ഒക്കെ ഒഴിക്കുന്നത് ഇതിലാണല്ലേ. അപ്പോൾ ഇതും പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുക. ഇത് ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഈസിയാണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്നിങ്ങനെ പൊക്കിയിട്ട് ഇനി എടുത്താൽ മതി കേട്ടോ, ഈസി ആയിട്ട് വരും. ഇതേ കണ്ടോ. അതിനുശേഷം ഇത് ക്ലീൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ പൗഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഓരോ വാഷും കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇതിനകത്ത് ആ പൗഡറൊക്കെ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് പിന്നെ വാഷ് ചെയ്യുമ്പോൾ വീണ്ടും അതിലേക്ക് ഇത് വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഡ്രസ്സിൽ ഈ പൗഡറിൻ്റെ അംശമൊക്കെ വരുന്നത് നമ്മൾ കൂടുതലായിട്ട് പൗഡർ ഓവറായിട്ട് യൂസ് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ നമ്മുടെ ഓവർലോഡ് ആകുമ്പോഴുമാണ് കേട്ടോ. ആ ഡ്രസ്സിൽ ഈ ഒരുപാട്, അതായത് ഇങ്ങനെ ഓവർലോഡായി കിടക്കുമ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ അലിഞ്ഞു പോകാനുള്ളൊരു സ്പേസ് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. തുണി ഇടുന്ന സമയത്ത് ഓവർലോഡ് ആക്കാനോ ഒരുപാട് പൗഡറോ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ ലിക്വിഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കിങ്ങനെ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അതായത് നമുക്ക് ഒന്നുകിൽ കപ്പിലെ വെള്ളത്തിലില്ലെങ്കിൽ മെഷീൻ തന്നെ, നമുക്ക് ടോപ്പ് ലോഡ് ആയതുകൊണ്ട് തന്നെ ഇത് ഓപ്പൺ ചെയ്യുമല്ലോ. വെള്ളം വരുന്ന സമയത്ത് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഡ്രസ്സുകളിൽ ഇങ്ങനൊരു ഡിസ്കളറിങ് വരാറില്ലേ, അത് ഇല്ലാതാവും കേട്ടോ. കാരണം ഡിറ്റർജൻറ്റ് ഡയറക്റ്റ് അതിൽ വീഴുമ്പോൾ, ഡ്രസ്സിൽ വീഴുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് കേട്ടോ അത്. അപ്പോൾ അത് നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി ഇതാണ് കേട്ടോ നാലാമതുള്ളത്. പക്ഷേ ഇത് ഞാൻ ക്ലീൻ ചെയ്ത് എനിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല കേട്ടോ. ഞാൻ ട്രൈ ചെയ്തു. കാര്യം ഞാൻ പറഞ്ഞില്ല, ഞാൻ തനിച്ച് തന്നെയാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മെഷീൻ ഇനി ഫ്രണ്ടിലോട്ട് എടുത്ത് ഇതിൻ്റെ കണക്ഷനൊക്കെ മാറ്റിയാൽ മാത്രമേ അത് കാണിച്ചു തരാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ഭയങ്കര ഈസിയാണ് കേട്ടോ. അത് നമ്മുടെ ഓസില്ലേ വെള്ളം വരുന്ന കണക്ഷൻ, അത് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ചെറിയൊരു ഫിൽറ്റർ ഉണ്ടാവും. ആ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക, ഊരി എടുത്തിട്ട്. അത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞ് ഫിൽറ്റർ ഉണ്ടാകും കേട്ടോ. അത് കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മളിതെല്ലാ സ്റ്റെപ്പും കഴിഞ്ഞതിന് ശേഷം നമ്മളിതിൻ്റെ ഈ ഒരു ഡ്രം വാഷ് ചെയ്യാണ് കേട്ടോ. അപ്പം ഓൾമോസ്റ്റ് വാഷിംഗ് മെഷീനിലും നമ്മുടെ ഈ ഒരു ഡ്രം വാഷ് ചെയ്യുന്നതിൻ്റെ ഒരു ഓപ്ഷൻ തന്നെ ഉണ്ടാവും. ഒരു 2 hours ഒക്കെ വരുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നമ്മുടെ ഈ ഒരു മെഷീനിൽ അങ്ങനെ പ്രത്യേകിച്ചൊരു ഓപ്ഷൻ ഇല്ല. അവർ പറഞ്ഞത് നമ്മുടെ ഈ ഒരു വാഷ് ചെയ്യുന്ന ഓപ്ഷൻ ഏതിട്ടാലും കുഴപ്പമില്ല. അപ്പം ഞാനിവിടെ എടുക്കാൻ പോകുന്നത് എൻ്റെ ഓൾ ടൈം ഫേവറിറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കണ്ടോ. ഈ ഓപ്ഷൻ കേട്ടോ ഞാൻ എപ്പോഴും ആ ഒരു ഓപ്ഷനാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ക്യുക്ക് വാഷൊക്കെ ആണെങ്കിൽ മാത്രമേ ക്യുക്ക് വാഷ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ ഈ ഫേവറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കേട്ടോ. നിങ്ങളുടെ ഈ ഒരു മോഡലിലെ മെഷീൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഫേവറിറ്റ് ഓപ്ഷനിൽ നന്നായിട്ട് ക്ലീൻ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലൊരു 40 മിനിറ്റാണ് ഞാൻ മീഡിയം ലെവലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. വാട്ടറിൻ്റെ കാര്യം എൻ്റെ ഇതിൽ പ്രത്യേകിച്ച് അഴുക്കൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ സത്യത്തിൽ ഈ ഒരു ഡ്രം വാഷ് ചെയ്ത് കാണിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഡ്രം വാഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ മീഡിയമാണ് കേട്ടോ വാട്ടർ എടുത്തിട്ടുള്ളത്. ഡ്രം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്. ലിക്വിഡും പൗഡറും ഒക്കെ ഉണ്ട്. പിന്നെ ടാബ്ലറ്റ് ടൈപ്പൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഞാൻ അതൊന്നും സജസ്റ്റ് ചെയ്തില്ല, കാരണം ഞാൻ അതൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. ഉപയോഗിക്കാത്തൊരു കാര്യം ഞാൻ സജസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാനിവിടെ നമ്മൾ നോർമലി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലിക്വിഡ് തന്നെയാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഞാനിത് വെള്ളം ഒന്ന് ഫില്ലായി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ അതിലേക്ക് കുറച്ച് നമ്മുടെ ഡിറ്റർജൻറ്റ് ലിക്വിഡ് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളൊരു 40 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് വാഷ് ചെയ്ത് തിന്നായി ഡ്രൈ ആയി കിടക്കും കേട്ടോ. ഒരു കുഴപ്പമില്ല. ഇതിന് എക്സ്ട്രാ ഡ്രൈ ആവണമെങ്കിൽ ആ എയർ ഡ്രൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇത് ഡ്രൈ ആയി കിട്ടും. ഇപ്പോൾ തന്നെ നമ്മുടെ മെഷീൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ബ്രാൻഡും വാങ്ങിച്ചിട്ട് ആ ബ്രാൻഡിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പ്രോപ്പറായിട്ട് അത് ക്ലീൻ ചെയ്യാതെ മറ്റ് ബ്രാൻഡിനെയൊക്കെ നമ്മൾ കുറ്റം പറയുകയോ അല്ലെങ്കിൽ അത് കംപ്ലൈൻ്റ് ആയെന്ന് പറയരുത്. നിങ്ങൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾ തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീൻ ഇപ്പോൾ നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു കാര്യം ഞാൻ പറയാൻ വിട്ടു കേട്ടോ. നമ്മൾ ചില സമയത്തൊക്കെ വാഷ് ചെയ്തിട്ട് തുണി അതിൽ തന്നെ ഇട്ടിരുന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മളെടുത്ത് വിരിക്കാൻ വരുമ്പോഴും ഒരു ബാഡ് സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. നമ്മൾ എത്ര സെൻറ്റഡ് ആയിട്ടുള്ള ഡിറ്റർജൻറ്റോ ഫാബ്രിക് സോഫ്റ്റ്നറൊക്കെ ഒഴിച്ചാൽ അങ്ങനെ സംഭവിക്കാറുണ്ടല്ലേ. അതും ഇതിൻ്റെ ഒരു കാരണം തന്നെയാണ് കേട്ടോ. അവിടെ ഈ അഴുക്കും ചെളിയും അതേപോലെ തന്നെ ആ വെള്ളമൊക്കെ കെട്ടി നിന്നിട്ട് അതിൽ തന്നെ നമ്മൾ മെഷീനിൽ തന്നെ നമ്മുടെ തുണി കിടക്കുമ്പോഴാണ് ആ ഒരു ബാഡ് സ്മെല്ല് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.